നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാചകത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഗോതമ്പ് പുട്ടിന്റെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പുട്ട് എങ്ങനെ കൂടുതൽ സോഫ്റ്റ് ആയിട്ടും കൂടുതൽ രുചികരമായിട്ടും ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ അരിപ്പൊടിയിൽ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് തിരുമ്മി നന്നായിട്ട് മയപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും അല്ലേ? പക്ഷെ ഗോതമ്പ് പൊടിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അരിപ്പൊടിയിൽ ഇല്ലാത്ത ഒരുതരം പ്രോട്ടീൻ ഗോതമ്പ് പൊടിയിലുണ്ട്. നമ്മൾ ഗോതമ്പ് പൊടിയിൽ വെള്ളം ചേർത്തിട്ട് അത് നനയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഇതിലുള്ള ഈ പ്രോട്ടീൻ കൂടുതൽ സ്ട്രോങ് ആകും. അതാണ് ഗ്ലൂട്ടൻ. ചില റെസിപ്പികളിലൊക്കെ ഈ ഗ്ലൂട്ടൻ നെറ്റ്വർക്ക് നല്ല സ്ട്രോങ് ആവേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് ഈസ്റ്റ് ചേർത്തിട്ടുള്ള ബ്രെഡിലൊക്കെ. പക്ഷെ നമ്മൾ പുട്ടുണ്ടാക്കുമ്പം ഈ ഗ്ലൂട്ടൻ കൂടുതൽ സ്ട്രോങ് ആയാൽ പുട്ട് സോഫ്റ്റ് ആവുകയല്ല ചെയ്യുക, മറിച്ചത് കൂടുതൽ ഹാർഡാകും. അതുകൊണ്ട് ഈ ഗ്ലൂട്ടൻ കൂടുതൽ സ്ട്രോങ് ആകാതെ നമുക്ക് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ പൊടി നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് ഈ പുട്ടിന് നല്ലൊരു മണം കൊടുക്കുന്ന ഒരു ചേരുവ ചേർക്കുകയാണ്. അതാണ് കസൂരി മേത്തി. ഇത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. നമ്മുടെ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് മേടിക്കാനായിട്ട് കിട്ടും. 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കൈകൊണ്ടൊന്ന് തിരുമ്മി ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് പുട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി ചേർക്കുന്നതല്ല കേട്ടോ, ജസ്റ്റ് ഒരു മണം കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് ഈ പൊടി നനച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ പൊടി നനയ്ക്കുന്നത് സാധാരണ വെള്ളത്തിലല്ല, അതിന് പകരം തിളച്ച വെള്ളത്തിലാണ്. തിളച്ച വെള്ളം ഗോതമ്പ് പൊടിയിലേക്ക് ചേർക്കുമ്പോൾ അതിൽ ആ ഗ്ലൂട്ടൻ്റെ അളവിന് നല്ല കുറവുണ്ടാവും. നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് പൊടി അളന്നെടുത്തത് അതിന് 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും നെയ്യും ഗ്ലൂട്ടൻ്റെ അളവിനെ കുറയ്ക്കുന്ന ചേരുവകളാണ്. അതുകൊണ്ട് നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായി കിട്ടും. അത് മാത്രമല്ല പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടിയുടെ എല്ലാ ഭാഗത്തും നനവെത്തുന്ന പോലെ. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ടകൾ ഉടയ്ക്കുന്നത് കൈ ഉപയോഗിച്ചിട്ടല്ല, മിക്സഡ് ജാറിലിട്ടിട്ടാണ്. ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് കൊടുത്താൽ മതി, എല്ലാം ഒരേ സമയം തന്നെ ചെയ്തെടുക്കരുത്. എന്നിട്ട് ഇതുപോലെ 2 തവണയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് കുറച്ച് പൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കണ്ട് ഇതുപോലെ ഒരു ഷേപ്പ് ആകും. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനും പറ്റും. ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരല്പം പൊടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മിക്സിയിൽ അടിക്കുമ്പോൾ ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായി കിട്ടിക്കോളും. ഇതേപോലെ മുഴുവൻ പൊടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ മുഴുവൻ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. പുട്ടിന് എപ്പോഴും നല്ല മധുരമുള്ള തേങ്ങ എടുക്കുന്നതാണ് നല്ലത്. തേങ്ങ കൂടുതൽ എടുക്കുമ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ടേസ്റ്റും കൂടും. ഞാനിവിടെ ചിരട്ടപ്പുട്ടായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചില്ലിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇടാം. എന്നിട്ട് ഇതിലേക്ക് പൊടി നിറയ്ക്കാം. ഇത് ഒരുപാട് അമർത്തരുത്, സാവധാനം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങ വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഈ സമയത്ത് ബാക്കിയുള്ള പൊടി മൂടി വയ്ക്കണം. കുക്കറിൽ വെള്ളം തിളച്ച് ഈ വെന്റിക്കൊടി ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഹോളിൽ കൂടി ആവി വന്ന് തുടങ്ങിയ ശേഷം ഒരു 3 മിനിറ്റ് കൂടി വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ആവി പറക്കുന്ന ഗോതമ്പ് പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ മുഴുവൻ പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല രുചിയും നല്ല മണവും നല്ല മാർദ്ദവുമുള്ള നല്ല പുട്ടാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. പിന്നെ ഇതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആക്കാനായിട്ട് കടലക്കറി അല്ലെങ്കിൽ ചെറുപയർ കറി, അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറിയുടെ ഒപ്പം നമുക്കിത് വിളമ്പാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.